പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കാപ്പിരിക്കാടാണ്. മലപ്പുറം ജില്ലയിലെ ജില്ലാതിർത്തിയും തൃശ്ശൂർ ജില്ലയിലെ അതിർത്തി പങ്കിടുന്ന സ്ഥലം കാപ്പിരിക്കാട്. കാപ്പിരിക്കാടുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. കാപ്പിരിക്കാട് മുതൽ എടക്കഴിയൂർ വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി തൃശ്ശൂർ ജില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ വർക്ക് കുറേ ഭാഗത്ത് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ വെളിയങ്കോട് മുതൽ കാപ്പിരിക്കാട് വരെയുള്ള വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാപ്പിരിക്കാട് മുതൽ അങ്ങോട്ട് കുറഞ്ഞ ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിക്കുന്ന ഈ ഭാഗത്തൊക്കെ നമുക്ക് വർക്ക് കഴിഞ്ഞ് കാണാം കേട്ടോ. ഇവിടെയൊക്കെ കുറേ ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് കാണാം. ഒരുപാട് ദൂരത്തിൽ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇവിടുന്ന് കാപ്പിരിക്കാട് കഴിഞ്ഞ് കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞാൽ ബാക്കി കുറേ ഭാഗത്ത് വർക്ക് ഇനിയും കഴിയാത്തതുണ്ട്. ഒരുപാട് വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരെയാണ് ഇപ്പോൾ ടാറിങ് മലപ്പുറം ജില്ല അതിർത്തി മുതൽ തൃശ്ശൂർ ജില്ലേൻ്റെ അതിർത്തി സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ മുതൽ ഇവിടെ വരെ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ദൂരത്തിൽ ഇനി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇവിടെയൊക്കെ പഴയ ഹൈവേൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ കുറഞ്ഞ ഭാഗത്ത് ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇത് പഴയ ഹൈവേ ആണ്. തീരദേശ ഭാഗത്തോട് കടന്നു പോകുന്നതന്നെ അധികം ഭാഗത്ത് നിരന്ന സ്ഥലമായിട്ട് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുക. ഹൈവേ ഈ അണ്ടർപാസ് വരുന്ന സ്ഥലത്ത് മാത്രമുള്ള കയറ്റിറക്കം വരുന്ന ബാക്കിയൊക്കെ നിരന്ന സ്ഥലമാണ്. ഈ ഭാഗത്തൊക്കെ വളരെ കുറഞ്ഞ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറഞ്ഞ ഭാഗത്തൊക്കെയാണ് മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാം. പഴയ ഹൈവേൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡ് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലൊക്കെ മണ്ണ് ഇങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് മണ്ണ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ റോഡ് കുറച്ച് ഹൈറ്റുണ്ടാവും. ഞങ്ങൾ അണ്ടത്തോട് എത്തിയിട്ട് അണ്ടത്തോട് അണ്ടർപാസിന് വരുന്നത്. അണ്ടർപാസിന് ലെവലാക്കി ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്താണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം കുറേ പോസ്റ്റൊക്കെ ഇവിടെ നിന്നൊക്കെ മാറ്റാനുള്ളതാണ്. അങ്ങനത്തെ വർക്ക് വരെ ഇവിടെ കഴിഞ്ഞിട്ട് ചേട്ടാണ്. മലപ്പുറം ജില്ലയിലൊക്കെ നോക്കുമ്പോൾ കുറേ ഭാഗത്ത് വർക്ക് കഴിഞ്ഞ് പോസ്റ്റൊക്കെ മാറ്റിയൊക്കെ നല്ല വർക്ക് കഴിഞ്ഞാൽ 90% വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിൽ. 100% തന്നെ വർക്ക് കഴിഞ്ഞ സ്ഥലം എന്ന് പറയാം. ഇവിടെയൊക്കെയുള്ള അവസ്ഥ ഇതാണ് അണ്ടത്തോട് അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസിൻ്റെ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡ്രോൺ വ്യൂവിൽ കാണാം. അണ്ടർപാസിൻ്റെ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് അതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം പാനലാണ്, പാനലാണ് വെച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്നത്. സൈഡിൽ മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുക ANR വർക്കിൽ കട്ട വെച്ചിട്ട് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ രണ്ട് സൈഡിലും പാനൽ വെച്ച് ഇങ്ങനെ ഉയർത്തി ഗ്യാപ്പിൽ മണ്ണിട്ട് ഉയർത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ വർക്ക് കിട്ടുക. അപ്പം അതിൻ്റെ താഴെന്നുള്ള കാഴ്ചയാണ് നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ എടുത്ത വീഡിയോൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ കാണാം പാനലുകളൊക്കെ വെച്ച് ഇങ്ങനെ ഉയർത്തിയത്, പാനൽ വെച്ച് ഉയർത്തിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ പഴയ റോഡ്, ഈ സൈഡിലൊക്കെ പഴയ റോഡ് തന്നെയാണ് പൂർണ്ണമായിട്ടാ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സൈഡിൽ സർവീസ് റോഡിന് വർക്ക് ചെയ്യുന്നത്, ഈ സൈഡിൽ ഇപ്പോൾ ഇവിടെ അവരൊന്നും ചെയ്തിട്ടില്ല. പഴയ ഹൈവേ അതേപോലെ നിലനിർത്തിയാണ്. ഇപ്പോൾ ഒരു സൈഡ് സർവീസ് റോഡ് പഴയ ഹൈവേ തന്നെ ആ ഭാഗം തന്നെ ആയിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ പഴയ ഹൈവേൻ്റെ ഭാഗത്ത് കൂടിയാണ് ഇവിടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ അങ്ങോട്ട് മണ്ണിട്ട് ഇങ്ങനെ ലെവലാക്കിയതും അതുപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞൊക്കെ കാണാം കേട്ടോ. ഇവിടെ കുറേ ഭാഗത്ത് ഇവിടെയൊക്കെ ഇനി പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ വർക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞ അതിലാണ് ഇവിടെ സൈഡിലൊക്കെ ചില വർക്ക് ഭാഗങ്ങളൊക്കെ കാണുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കുറേ പാനലുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കാണാം കേട്ടോ. ഇതൊക്കെ അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അടുപ്പിച്ച് മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗത്ത് വെക്കാനുള്ളതാണ്. ഇവിടെയൊക്കെ ചെറിയ കോൺക്രീറ്റ് വാളൊക്കെ കെട്ടിയൊക്കെ കാണും കേട്ടോ. ബാക്കി സൈഡിലൊക്കെ മണ്ണിട്ടൊക്കെ ഇങ്ങനെ ഉയർത്തി. ഇവിടെയൊക്കെ ഹൈവേ താന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡ് വർക്ക് നടക്കുന്നത്. വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ടായതന്നെയാണ് ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ്
പഴയ ഹൈവേനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ തന്നെ വീടിൻ്റെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ഇപ്പം മന്നലാകുന്ന് എത്തിയിട്ടുണ്ട്. മന്നലാകുന്ന് ബൈപ്പാസാണ് ഞങ്ങൾ ഇവിടെ നിന്നാണ് കാണുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡ് എടുക്കുകയാണ് പഴയ ഹൈവേ മന്നലാകുന്ന് അങ്ങാടി കൂടി ടൗണിൽ കൂടിയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ അവിടുന്ന് മാറി ലെഫ്റ്റ് സൈഡ് കണ്ട് അതിൻ്റെ പുതിയ സ്ഥലം ഏറ്റെടുത്ത ഭാഗത്താണ് ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ മന്നലാകുന്ന് ബൈപ്പാസിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ചെറിയൊരു ബൈപ്പാസ് കേട്ടോ, കുറച്ച് ദൂരത്തിലുള്ള ചെറിയ ബൈപ്പാസാണ്. ഞങ്ങൾക്ക് ഡ്രോൺ വ്യൂവിൽ കാണും കേട്ടോ. ഇതാണ് മന്നലാകുന്ന് ബൈപ്പാസിൻ്റെ അവസ്ഥ. റൈറ്റ് സൈഡിൽ മന്നലാകുന്ന് അങ്ങാടിക്ക് പോകുന്ന റോഡാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബൈപ്പാസിൻ്റെ ടാറിങ് ഒക്കെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കായാലും മെയിൻ റോഡ് ഹൈവേൻ്റെ വർക്ക് ഇതൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറൊക്കെ വെച്ച് ഡിവൈഡറൊക്കെ സ്ഥാപിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പൂർണ്ണമായിട്ട് ഈ ബൈപ്പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് സ്ഥലം ഏറ്റെടുത്ത ഭാഗത്താണ് ഈ ബൈപ്പാസ് നിർമ്മാണം നടന്നിട്ടുള്ളത്. റൈറ്റ് സൈഡ് ആ ഭാഗത്താണ് മന്നലാകുന്ന്. ആ ഭാഗത്ത് കൂടി ഇന്ന് ആദ്യം ഹൈവേ കടന്നു പോയിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒക്കെ കാണാം വർക്ക് കഴിഞ്ഞത്. സർവീസ് റോഡിലൂടെ ഒക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ അങ്ങനെ വാഹനത്തിരക്കൊന്നും അധികം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം റോഡ് അത്ര വീതി തന്നെ ഓപ്പൺ ആക്കി കൊടുത്തുകൊണ്ട് തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് കടന്നു പോകാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് അങ്ങനെ തിരക്ക് അനുഭവപ്പെടുന്നില്ല. നല്ല വീതിയിൽ തന്നെ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബൈപ്പാസിൻ്റെ അവസ്ഥ കേട്ടോ. ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ ഒരു ബൈപ്പാസാണ് മന്നലാകുന്ന് ബൈപ്പാസ്. ഏറ്റവും ചെറിയൊരു ബൈപ്പാസ് കേട്ടോ അത്. തൃശ്ശൂർ ജില്ലയിൽ വർക്ക് കടന്ന തീരദേശത്ത് കൂടിയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ഇത് തന്നെ ചാവക്കാട് ഒരു ബൈപ്പാസ് വരുന്നുണ്ട്, പിന്നെ വാടാനപ്പള്ളി ബൈപ്പാസ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ബൈപ്പാസോട് തൃശ്ശൂർ ജില്ലയിൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് പിന്നീട്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ദൂരത്തിലുള്ള ഒരു ചെറിയ ബൈപ്പാസാണ് മന്നലാകുന്ന് ബൈപ്പാസ് കേട്ടോ. അപ്പോൾ ഇവിടെ വരെയാണ് പഴയ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം പഴയ ഹൈവേ കടന്നു പോകുന്ന ഭാഗം. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇനി പൂർണ്ണമായിട്ട് നമ്മളിപ്പോൾ പഴയ ഹൈവേക്കാണ് പ്രവേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലല്ല, കൂടുതൽ റൈറ്റ് സൈഡിലാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കാണാം മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ പാനലൊക്കെ വെച്ച് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകലാട് ബദർപ്പള്ളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തൊരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ ലെവലാക്കി ഇനി ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ മണ്ണിട്ട് ഉയർത്തിയൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതാണ് ബദർപ്പള്ളിൻ്റെ അവിടെയുള്ള അണ്ടർപാസ്. നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസ് അതേപോലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഇവിടെ നമുക്ക് ചാവക്കാട് വരെ കാണാൻ സാധിക്കുന്ന അണ്ടർപാസിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മണ്ണിട്ട് ഉയർത്താൻ മണ്ണിൻ്റെ ലഭ്യതക്കുറവ് എന്താണെന്ന് അറിയില്ല കേട്ടോ. കുറേ ഭാഗത്ത് ഇതേപോലെ മണ്ണ് അണ്ടർപാസിൻ്റെ ലെവലായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തിയതൊന്നും നമുക്ക് അങ്ങനെ അധികം കാണാൻ സാധിക്കില്ല. ഇവിടെയൊക്കെ പാനൽ വെച്ചിട്ട് മണ്ണിട്ട് ഇങ്ങനെ കുറേശ്ശൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ പ്രവേശിച്ച കുറേ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അണ്ടർപാസ് ആ ഒറ്റക്ക് ഇങ്ങനെ നിലനിൽക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ ഒപ്പമുള്ള മണ്ണിട്ട് ഉയർത്തിയുള്ള വർക്കുകളൊക്കെയാണ് കഴിയാത്തത് കേട്ടോ. ഇവിടെയൊക്കെ കുറേ ദൂരത്ത് ഇവിടുന്ന് അങ്ങോട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞ ഭാഗം കാണാം. ഇവിടെയൊക്കെ കുറേ ക്രാഷ് ബാരിയറൊക്കെ റെഡിമെയ്ഡായി നിർമ്മിച്ചതൊക്കെ കാണാം കേട്ടോ. അതൊക്കെ അതിന് ഈ അണ്ടർപാസിൻ്റെ അവിടെ മണ്ണിട്ട് ഉയർത്തുമ്പോൾ ആ സൈഡിലൊക്കെ വെക്കാനുള്ളതാണ്. ഒക്കെ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞ ഭാഗം നിങ്ങൾക്ക് കാണാം കേട്ടോ. ലെഫ്റ്റ് സൈഡിലൊക്കെ സർവീസ് റോഡ് അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അണ്ടർപാസിൻ്റെ താഴെക്കൂടിയുള്ള വ്യൂ ഞങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഭാഗത്ത് കുറച്ചൊക്കെ ഹൈറ്റിൽ പാനലൊക്കെ വെച്ചിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഡ്രോൺ നമ്മൾ നോക്കുമ്പോൾ അത്ര ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ ഇതേപോലെ താഴെക്കൂടി വീഡിയോ കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ അത്ര ഹൈറ്റിൽ ഇത് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഡ്രോൺ ഒറ്റ വ്യൂവിൽ നമുക്ക് കാണുമ്പോൾ എത്ര ഹൈറ്റിൽ ഇത് വർക്ക് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ പഴയ റൈറ്റ് സൈഡൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണുന്ന അധികം പഴയ റോഡിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടുന്ന് റോഡ് ടേൺ ചെയ്തിട്ട് നമ്മൾ പുതിയതായിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗത്തേക്കാണ് കടക്കുന്നത്. ഇവിടെയൊക്കെ പുതിയതായിട്ട് ടാറിങ് കഴിഞ്ഞ ഏരിയയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങനെ കുറേ ടാറിങ് കഴിഞ്ഞ ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ സർവീസ് റോഡ് ലെഫ്റ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല ഉസാറായിട്ട് ഇവിടെ ടാറിങ്
കുറേ ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അകലാട് ഭാഗത്ത് കൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഇവിടെ അങ്ങനെ കുറഞ്ഞ ഭാഗത്തും അതേപോലെ അണ്ടത്തോട് എത്തുന്ന ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് കുറച്ചൊക്കെ ദൂരത്തിൽ നമുക്ക് ടാറിങ് കഴിഞ്ഞൊക്കെ കാണാൻ സാധിക്കുന്നത്. ബാക്കി ഒരുപാട് ഏരിയയിൽ ഇവിടെ ചാവക്കാട് കാപ്പിരിക്കാട് മുതൽ ചാവക്കാട് വരെയുള്ള ദൂരത്തിൽ നമുക്ക് ഒരുപാട് ദൂരത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ടാറിങ് ഒക്കെ കുറേ കഴിയാത്ത ഏരിയകളാണ്. ഒരുപാട് വർക്ക് ഇനിയും ഇവിടെയൊക്കെ ബാക്കിയുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് മൊത്തത്തിൽ ഈ ഏരിയ കൂടി സഞ്ചരിച്ചപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ച ഒരു 30% വർക്ക് കഴിഞ്ഞെന്ന് അത്രയൊക്കെ പറയാം. അത്രയും എത്തിയിട്ടില്ല. ചില ഏരിയയിലൊക്കെ വളരെ കുറഞ്ഞ വർക്കേ നടന്നിട്ടുള്ളൂ. ബാക്കി ഭാഗത്തൊക്കെ അണ്ടർപാസിൻ്റെ ഒക്കെ സൈഡ് 2 സൈഡിലും മണ്ണിട്ട് ഉയർത്തിയ ഒരു അണ്ടർപാസ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. 2 സൈഡിലും പൂർണ്ണമായിട്ട് ഫില്ലാക്കിയിട്ടുള്ള മണ്ണിട്ട് ഉയർത്തിയ ഒരു ഭാഗം പോലും ഇവിടുന്ന് തൃശ്ശൂർ പൊന്നാനി നിങ്ങളുടെ വിട്ടാൽ മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി കഴിഞ്ഞ് കാപ്പിരിക്കാട് കഴിഞ്ഞാൽ ചാവക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ബാക്കി നമ്മൾ മലപ്പുറം ജില്ലയിലെ ഓരോ റീച്ചുകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ദൂരത്തിൽ വർക്ക് കഴിഞ്ഞതും അണ്ടർപാസിൻ്റെ അവിടെ വർക്ക് കഴിഞ്ഞൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അവിടേക്ക് യാത്ര നമ്മൾ ആ വീഡിയോ ഒക്കെ കുറേ ചെയ്താണ്. അപ്പോൾ ആ വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് ശിവാലയ കൺസ്ട്രക്ഷനാണ്. എന്താ അറിയില്ല, നമ്മളവിടെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ വർക്ക് ഇനിയും ഇവിടെ നടക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇനി ഇവിടുന്ന് പഴയ ഹൈവേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. കുറേ ദൂരത്തിൽ പഴയ ഹൈവേ അതുപോലെ തന്നെ നിൽക്കുന്നു കേട്ടോ. നമുക്കിവിടെ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത. പഴയ ഹൈവേൻ്റെ ഭാഗങ്ങൾ അതേപോലെ നിൽക്കുന്ന നമുക്കിവിടെ ഈ ഭാഗത്ത് വന്നപ്പോഴാണ് കാണാൻ സാധിച്ചേട്ടാ. ഇവിടെയൊക്കെ ഇത് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ചെറുതായിട്ടൊക്കെ കഴിഞ്ഞ ഏരിയ ഒക്കെ കാണാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ പാനലൊക്കെ വെച്ച് ഇങ്ങനെ ഉയർത്തിയാണ് അകലാട് അടുത്ത അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസിന് വേണ്ടിയിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വന്നത്. കുറച്ച് ഭാഗത്തെ മണ്ണിട്ട് ലെവലാക്കിയിട്ടുള്ളൂ. ഇവിടെ അതിലടുത്ത അണ്ടർപാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അണ്ടർപാസിന് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെയിൻ സ്റ്റാൻഡിൻ്റെ ഒക്കെ കോൺക്രീറ്റ് കഴിഞ്ഞൊക്കെ ഇവിടെയും കാണാൻ സാധിക്കണം. 2 സൈഡിൽ ഇപ്പോഴും മണ്ണിട്ട് ഉയർത്തി ലെവലായിട്ട് എത്തിയിട്ടില്ല. നിങ്ങൾക്കിത് കാണട്ടെ. അതിൻ്റെ ഡ്രോൺ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ നിന്നൊക്കെ അങ്ങനെ കാണുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നത് മണ്ണിട്ട് ഇനി ഒരുപാട് ദൂരത്ത് മണ്ണിട്ട് ഉയർത്താണ്ട്. ഇവിടെ ക്രാഷ് ബാരിയർ ആവശ്യമുള്ള റെഡിമെയ്ഡായി ക്രാഷ് ബാരിയർ നിർമ്മിച്ചൊക്കെ ഇവിടെ വെച്ച് കാണാം. കുറേ പാനലുകളൊക്കെ നിരത്തി വെച്ചൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മണ്ണ് കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കണുള്ളൂ. ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഞങ്ങൾ കാണുന്നത്. ഇവിടെ ഒരുപാട് ദൂരത്തിൽ ഇനിയും മണ്ണിട്ട് ഉയർത്താണ്. ഇത്രയും മണ്ണ് ആവശ്യമായിട്ടതിൽ റോഡ് വർക്കിന്. പിന്നെ ഒന്നാമത് ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ അധികമൊക്കെ തീരദേശത്ത് കൂടിയാണ് കടന്നു പോകണതുകൊണ്ട് തന്നെ ഓവർപാസ് വരുന്നില്ല. ഓവർപാസ് വരാത്തതുകൊണ്ട് തന്നെ ഓവർപാസ് വരുന്ന ഭാഗത്ത് കുറേ ഭാഗങ്ങൾ മണ്ണെടുത്ത് താഴ്ത്താനുണ്ടാവും. അപ്പോൾ ആ മണ്ണ് താഴ്ത്തുന്ന മണ്ണ് ഇതേപോലെ അണ്ടർപാസ് വരുന്ന സ്ഥലത്തേക്ക് ഇട്ട് ഉയർത്താൻ സാധിക്കും. അതൊക്കെ മലപ്പുറം ജില്ലയിലൊക്കെ മണ്ണിൻ്റെ ലഭ്യതക്ക് വലിയ ബുദ്ധിമുട്ട് വരാത്തത്. ഇവിടെ പ്രയാസം ഇത് പുറത്തുനിന്ന് തന്നെ മണ്ണ് കൊടുന്ന് ഇട്ട് അടിക്കേണ്ട അവസ്ഥയ്ക്കാണ് ഇവിടെ. കാരണം അവിടെ നമുക്ക് മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പറഞ്ഞാൽ അധികം ഓവർപാസ് വരുന്ന സ്ഥലത്ത് റോഡ് കുറേ താഴ്ത്താണ്. അപ്പോൾ ആ മണ്ണൊക്കെ അതേപോലെ അണ്ടർപാസ് വരുന്ന ഏരിയയിൽ മണ്ണ് അതേ സ്പീഡ് അതേ ടൈമിൽ തന്നെ നമുക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും ആ ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നുണ്ട്. മണ്ണിൻ്റെ ലഭ്യത ഇവിടെ നല്ല കുറവായിട്ടാണ് തോന്നുന്നത്. അതാണ് ഇത്ര കുറേ ദൂരത്തിൽ നമ്മൾ ഇവിടെയൊക്കെ കാണുമ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്ത് ആ വർക്ക് കഴിയാത്ത ബാക്കി ലെവലാക്കാനുള്ളിടത്തൊക്കെ ലെവലാക്കിയിട്ട് കുറച്ചൊക്കെ ഭാഗത്തൊക്കെ നമുക്ക് ടാറിങ് ഒക്കെ കഴിഞ്ഞൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അകലാട് അകലാട് കൂടി കടന്നു പോകുന്നുട്ടാ. അപ്പോൾ ഇവിടെ നിന്നാണ്ട് കുറച്ച് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് കാണാം. ആ ഭാഗത്തൊക്കെ കുറച്ച് ദൂരത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗമുള്ളത് ഹൈവേക്ക്. ഒരു സൈഡത്തെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ടാറിങ് കഴിഞ്ഞാൽ പുതിയ ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു സൈഡ് ടാറിങ് ഒക്കെ കഴിഞ്ഞ് കാണാം കേട്ടോ. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ല ഉസാറായിട്ട് തന്നെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് കേട്ടോ, ഒരു സൈഡത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞ് നടക്കാനുള്ളത്. ഇവിടെ സർവീസ് റോഡൊക്കെ വർക്ക് കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങളൊക്കെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്ക് വരെയൊക്കെ ഇവിടെ കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ
ഒരു സൈഡിലാണ് ഈ ഏരിയയിൽ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. വലത്തെ സൈഡിലാണ് ഇനി വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറേ ദൂരത്തിൽ നമുക്ക് വർക്ക് കഴിഞ്ഞ് കാണാം. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൊക്കെ സിമെൻ്റ് ഇട്ട ഭാഗത്തൊക്കെ ഈ സൈഡും മൂലൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇതിന് പെയിൻറ്റിങ് ഒക്കെ വരിക. ക്രാഷ് ബാരിയറിന് സൈഡിലൊക്കെ നല്ല വീതിയിൽ തന്നെ റോഡ് നല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ അത്ര വലിയ വാഹനങ്ങൾ വന്നിട്ട് റോഡ് എന്താ വീതി നമുക്ക് അപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എടക്കഴിയൂർ എത്തിയിട്ടുണ്ട്. എടക്കഴിയൂർ ഇവിടെ കാണാം. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ടാറിങ്ങിനുള്ള ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം കേട്ടോ. ഇത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ടാറിങ് നടക്കാനുള്ളത് ഇവിടെയൊക്കെ ഇപ്പോഴും ആ സെൻറ്ററിലൊക്കെ പോസ്റ്റൊക്കെ എത്രയോ മാറ്റാൻ ഒരുപാട് വർക്കൊക്കെ ഇനിയും നടക്കാൻ കേട്ടോ. പോസ്റ്റൊക്കെ മാറ്റിയിട്ടൊക്കെ വേണം ഇവിടെയൊക്കെ ലെവലാക്കിയിട്ട് മണ്ണിട്ടൊക്കെ ലെവലാക്കിയിട്ട് ഒരുപാട് വർക്ക് ഇവിടെയൊക്കെ പറ്റുന്ന സ്ഥലത്ത് സർവീസ് റോഡിനുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ വർക്കൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത്രയും പോസ്റ്റുകളൊക്കെ ഇവിടുന്ന് മാറ്റിയത്. ഇപ്പോൾ ഇതൊക്കെ റോഡ് കടന്നു പോകുന്ന ഭാഗത്തൊക്കെ തന്നെയാണ് ഇവിടെ പോസ്റ്റ് നമുക്ക് ഒരുപാട് പോസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നത്. പോസ്റ്റ് ചെയ്യാത്ത ഭാഗത്തൊക്കെ ഇവർ വർക്ക് കഴിഞ്ഞത് എന്താ സംഭവം എന്നറിയില്ല. അത്ര വളരെ സ്ലോ ആയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്. ഇതൊക്കെ ഇപ്പോൾ പഴയ ഹൈവേൻ്റെ ഭാഗമാണ്. ഒരുപാട് ദൂരം നമ്മൾ പഴയ ഹൈവേ ഇവിടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ ഹൈവേ അതേപോലെ നിൽക്കുന്നത്. ഇവിടെ ഇവർ കിട്ടുന്ന ഏരിയയിലൊക്കെ അങ്ങനെ ടാറിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് സ്ലോ ആണെങ്കിലും ഒരുപാട് ദൂരത്തിലൊക്കെ ടാറിങ്ങൊക്കെ പരമാവധി ഏരിയയിലൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും നല്ലൊരു ഭാഗം വർക്ക് ഇനിയും നടക്കാനുണ്ട്. ഇത്രയും കുറഞ്ഞ വർക്കാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കുറഞ്ഞ വർക്കൊക്കെ സാധിച്ചത് കാണാനായിട്ടാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തൊക്കെ ഇതേപോലെ വീഡിയോ കാണിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കുറേ ബിസിയുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യത്തിനനുസരിച്ചൊക്കെ എല്ലാ ഏരിയകളും നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇതുപോലെ തന്നെ ഒക്കെ നല്ല വെയിലുള്ള ടൈമിലാണ് നമ്മളൊക്കെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.